ഇനി നമുക്ക് രാമേശ്വര ക്ഷേത്രത്തെ സംബന്ധിച്ച് അതിവിശേഷപ്പെട്ട ഒരു വിശേഷം കൂടി പറഞ്ഞു പോകാം. പവിത്രമായിട്ടുള്ള വില്ലുണ്ടി തീർത്ഥമാണ് ഇപ്പോൾ നാം പരിചയപ്പെടുന്നത്. രാമേശ്വര തീർത്ഥാടകർ അറിഞ്ഞിരിക്കേണ്ട വിശേഷ തീർത്ഥജലമുള്ള ഒരു സ്ഥലമാണിത്. രാമേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ വില്ലുണ്ടി തീർത്ഥം കൂടി സന്ദർശിക്കുക. രാമേശ്വര ക്ഷേത്രത്തിന്റെ ലൈവ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും പാദസ്പർശനത്താൽ പുണ്യമായ ഇടമാണ് രാമേശ്വരം. ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ശിവക്ഷേത്രമാണിത്. തീർത്ഥാടന സ്ഥലങ്ങളിൽ ഒന്നാണ്. 12 ജ്യോതിർലിംഗങ്ങളിൽ തെക്കേ അറ്റത്തുള്ള ക്ഷേത്രമാണ്. ഇങ്ങനെ രാമേശ്വരത്തിന് സവിശേഷതകൾ ഏറെയുണ്ട്. രാമന്റെ ഈശ്വരൻ വാണരുളുന്ന സ്ഥലമെന്ന അർത്ഥമുള്ള രാമേശ്വരം ശ്രീരാമ ഹനുമാൻ ഭക്തരുടെ പുണ്യ തീർത്ഥാടന സ്ഥലമാണ്. രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്നും 6 കിലോമീറ്റർ ദൂരമുള്ള തങ്കച്ചി മഠം എന്ന സ്ഥലത്താണ് വില്ലുണ്ടി തീർത്ഥം സ്ഥിതി ചെയ്യുന്നത്. ശാന്തമായ കടലാണ് ഇവിടെ. കടൽ തീരത്തു നിന്ന് ഏതാനും മീറ്റർ അകലെ കടലിനുള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഉറവയിൽ നിന്നാണ് തീർത്ഥം ലഭിക്കുന്നത്. ഉപ്പുരസം ലവലേശമില്ലാത്ത ശുദ്ധജലമാണ് ഈ തീർത്ഥത്തിൽ ലഭിക്കുന്നത്. കടലിന്റെ തീരത്ത് തന്നെ ഉപ്പുലേശം ഒട്ടും തന്നെ ഇല്ലാത്ത ശുദ്ധജലം എന്നത് ഇവിടുത്തെ തീർത്ഥത്തിന്റെ അപൂർവതയാണ്. ഇതാണ് വില്ലുണ്ടി തീർത്ഥത്തിന്റെ സവിശേഷതയും. 120 അടി നീളമുള്ള കൽപ്പാലത്തിലൂടെ വില്ലുണ്ടി തീർത്ഥക്കരയിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. നമുക്കിനി ഇതിന്റെ ഐതിഹ്യം കൂടി ഒന്ന് പരിശോധിക്കാം. രാവണവധത്തിന് ശേഷം ലങ്കയിൽ നിന്നും രാമനും സീതാദേവിയും പുഷ്പക വിമാനത്തിൽ രാമേശ്വരത്തെത്തി. ശ്രീരാമൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നത് ഈ സമയത്താണ്. പിന്നീട് ശ്രീരാമനും സീതയും ഇവിടെ വിശ്രമിച്ചു. അയോധ്യയിലേക്ക് പോകും മുൻപ് സീതാദേവി തനിക്ക് ദാഹിക്കുന്നു എന്ന് ശ്രീരാമനോട് പറയുകയുണ്ടായി. ദേവിയുടെ ദാഹശമനത്തിനായി ഭഗവാൻ കടലിലേക്ക് അമ്പെയ്യുന്നു. അമ്പ് തുളച്ചു കയറിയ ഭാഗത്ത് ഒരു ഉറവയുണ്ടാക്കുകയും അതിൽ നിന്നും ശുദ്ധമായ ജലം പുറപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. വില്ലുണ്ടി എന്നാൽ അമ്പ് കുത്തിയ സ്ഥലം എന്നാണ് അർത്ഥം. ഇവിടുത്തെ കടലിനടിയിൽ പ്രാചീന കാലത്ത് ഉണ്ടാക്കിയതെന്ന് അനുമാനിക്കുന്ന ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങളും നമുക്ക് കാണാം. രാമേശ്വരം തീർത്ഥാടകർ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥലമാണ്. എല്ലാവരും ദർശനം നടത്തുക.